ഹലോ, വെൽക്കം ബാക്ക് ടു സൈക്ക് ഓഫ് ദേവു. അപ്പോൾ ഇത് കാണാൻ പറ്റില്ല, ഞാൻ ഏറെക്കുറെ കുടിച്ച് തീർക്കാറായി. ഇറ്റ്സ് ല്യൂക്ക് വാം വാട്ടർ വിത്ത് ലെമൺ. രാവിലെ തന്നെ ഇതൊക്കെ കുടിച്ച് എനർജറ്റിക് ആയിട്ടിരിക്കുകയാണ് ഞാൻ. ഇത് കുടിച്ചിട്ട് അത്ര എനർജി ഒന്നുമില്ല. സോ ബേസിക്കലി ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റസ് എൻ്റെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. സോ നോർമലി പീപ്പിൾ യൂസ് ടു ആസ്ക് മീ ലൈക്ക് ഹൗ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടോ, ആൻസൈറ്റി ഉണ്ടോ എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊന്നും അല്ല പറയാൻ പോകുന്നത്. ഇൻ ജനറൽ നമ്മളുടെ നോർമലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെൻ്റൽ ഹെൽത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാം. അത് ഓരോരുത്തർക്കും ഓരോ ഇൻഡിക്കേറ്റർ ആയിരിക്കാം. എൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ് ഫുള്ള് ഒരുമാതിരി ആക്നെ ആണോ ടാൻ ആണോ എന്നൊന്നും മനസ്സിലാവത്തില്ല. കുറേ ഇതൊക്കെ കണ്ടോ, പുതിയ സാധനങ്ങളാണ്, പുതിയ ഇൻഡിക്കേറ്റേഴ്സാണ് ഇതൊക്കെ. നോർമലി നമുക്ക് പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്തുള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിൻ്റെ ഭാഗമായിട്ട് പിമ്പിൾസ് ഒക്കെ വരാറുണ്ടല്ലോ. ഞാൻ കുറച്ച് കുഴപ്പമില്ലാത്ത സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ പിമ്പിൾസ് അധികം വരാറില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സ്ട്രെസ് പിമ്പിൾസ് വരാറുണ്ട്. ആൻഡ് എനിക്ക് മിററിൽ പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് എൻ്റെ ടോട്ടൽ ബോഡി എനിക്ക് ഭയങ്കര വീക്കായിട്ടും ഒക്കെ തോന്നും. ഐ ഡോണ്ട് ഫീൽ ഗുഡ് അബൌട്ട് എനി പാർട്ട് ഓഫ് മൈ ബോഡി എന്നുള്ളൊരു ഫീലിലേക്ക് ആകും. ആൻഡ് എനിക്ക് ഒന്നിനും ഒരു എനർജി ഇല്ല. നോർമലി ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു റുട്ടീൻ, ടു ബി ഫ്രാങ്ക്, ക്യാമ്പിന് മുമ്പ് വരെ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ടുള്ള റുട്ടീൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. രാവിലെ എഴുന്നേൽക്കും, എല്ലാ ദിവസവും രാവിലെ യോഗ ചെയ്യും, മൈൻഡ്ഫുൾനെസ് ചെയ്യും. ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ രാവിലെ എനിക്കൊരു റുട്ടീൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഐ യൂസ് ടു കുക്ക് എവറി ഡേ. സോ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് എൻ്റെ സ്ലീപ്പ് പാറ്റേണിലേക്കൊക്കെ വരാൻ ഭയങ്കരമായിട്ട് സമയമെടുത്തു. സോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനത്തെ ഒരു സ്ലീപ്പ് പാറ്റേണിലെ ചേഞ്ച് ഭയങ്കരമായിട്ട് ഓവർ ഈറ്റിംഗ് അല്ലെങ്കിൽ ഭയങ്കര അണ്ടർ ഈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഓവർ ഈറ്റിംഗ് ആണ്. എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഇച്ചിരി കൂടുതലുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ ഞാൻ കടക്കുമ്പോൾ ഐ നോ ഓക്കെ ദിസ് ഇസ് നോട്ട് റൈറ്റ് എന്നുള്ളത്. സോ നോർമലി ഞാൻ ചെയ്യാറെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സമയത്ത് പോയിട്ടൊരു 41 ദിവസത്തെ നമ്മുടെ ദേശത്ത് ഒരമ്പലമുണ്ട്, കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. അവിടെ പോയിട്ടൊരു 41 days ഞാൻ വ്രതം എടുക്കാറുണ്ട്. അത് ഭയങ്കര റിലീജിയസ് ബിലീവ്സ് കാരണമല്ല. ബേസിക്കലി ഐ കൺസിഡർ ഇറ്റ് ആസ് എ മാനിഫെസ്റ്റേഷൻ ആൻഡ് ഓൾസോ ആസ് ആൻ ആങ്കർ ടു എന്താ പറയുക, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ ഞാൻ എന്നിൽ തന്നെ വെക്കുന്ന ഒരു കൺട്രോൾ മെഷറാണത്. സോ ദാറ്റ് അങ്ങനെ ഒരു ഫിയർ ഉള്ളപ്പം നമ്മൾ പലപ്പോഴും അതിനെതിരായിട്ട് ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പോയിട്ട്, എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ടോട്ടൽ റൂട്ടീൻ പോയി കിടക്കാൻ തോന്നുമ്പോൾ ഞാൻ പോയിട്ട് ഇത് എടുത്ത് കഴിയുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ എൻ്റെ ഉറക്കം ശരിയാകും. രാവിലെ എണീക്കുന്നത്, ബിക്കോസ് രാവിലെയും രാത്രിയും ഒക്കെ ചെയ്യേണ്ടുന്ന കുറച്ച് റിച്വൽസ് ഉണ്ട്, പ്രേയേഴ്സ് ഉണ്ട്, നോൺ വെജ് തൊടാനേ പാടില്ല, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു 41 days എന്ന് പറയുന്ന ഒരു മണ്ഡലകാലമാണ് 41 days എന്ന് പറയുന്നത്. സോ ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു റെജുവനേറ്റഡ് ഫീലിംഗ് നമുക്ക് ഉണ്ടാകും. സോ അതാണ് ഞാൻ നോർമലി ചെയ്യാറ്. ഇപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ആങ്കർ ഇല്ലാണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇതാക്കിയെടുത്താലോ. എൻ്റെ ചുറ്റുപാടും ഒന്നും ഓക്കെയല്ല ആക്ച്വലി. ദ ഓൺലി എനിക്ക് അസറ്റ് എന്ന് പറയാൻ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ടീമാണ്, എൻ്റെ ഗുഡ് ഫ്രണ്ട്സാണ്, എൻ്റെ കുറച്ച് വെൽവിഷേഴ്സാണ്. ആൻഡ് ഐ ഹാവ് ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കമ്മിങ് അപ്പ്. പക്ഷേ റൈറ്റ് നൗ അറ്റ് ദിസ് മൊമെൻറ്റ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എൻ്റെ ഈ ഓപ്പർച്യൂണിറ്റീസിലേക്ക് എനിക്ക് എത്താൻ പറ്റാത്ത രീതിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്തും കൂടെ കോംപ്രമൈസ് ചെയ്താൽ, എൻ്റെ ഫിസിക്കൽ ഹെൽത്തും കൂടെ ഞാൻ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം വെരി ഷുവർ എനിക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല. സോ ഐ വാസ് തിങ്കിങ് ആ ഒരു 41 days എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ 30 days എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ വലിയ ഡ്യൂറേഷൻസ് എനിക്ക് അത്ര എളുപ്പമായിരിക്കത്തില്ല. ബിക്കോസ് എനിക്ക് കുറച്ച് ADHD മൈൻഡ് ഉള്ള ഒരാളാണ്, കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണ് ഞാൻ. അറ്റൻഷൻ സ്പാൻ കുഴപ്പമില്ല, ബട്ട് ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അടങ്ങിയിരുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഇത്രയും ഡ്യൂറേഷനിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സോ എൻ്റെ കൺസിസ്റ്റൻസീനെ ഞാൻ തന്നെ ഡൗട്ട് ചെയ്യുന്നത് കാരണം ഐ തോട്ട് ഓക്കെ 21 days ചെയ്യാം. ആ 21 days ഞാൻ 7-7-7 ആയിട്ട് ബ്രേക്ക് ചെയ്ത് പുതിയൊരു റുട്ടീനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഐ ഹാപ്പൻ ടു വാച്ച് എ ചാനൽ
സംതിങ് ബൈ തുളസി, ഫിറ്റ്നസ് ബൈ തുളസി ആണെന്ന് തോന്നുന്നു. ഐം സോറി, ഐ റീചെക്ക് ആൻഡ് ഞാൻ ടൈപ്പ് ചെയ്തിടാം കേട്ടോ. സോ ആളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഷീ ഈസ് വെരി ഇൻസ്പയറിങ്. ഇൻഫാക്റ്റ് ആളുടെ വെയിറ്റ് ലോസ് ജേണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ലോസ് മാത്രമല്ല, എനിക്കൊരു ഓവറോൾ വെൽബീയിങ് ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മെഷേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇറ്റ്സ് ഹൈ ടൈം. അപ്പോൾ ഇതെന്തിനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോ ദാറ്റ് എൻ്റെ ഇപ്പോൾ ഞാൻ കാണുന്ന ആങ്കർ നിങ്ങളാണ്. സോ അപ്പോൾ ഞാൻ നിങ്ങളോട് ഇവിടെ കമ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഐ ഹോപ്പ് ഐ വിൽ ഡു ദിസ്. ഈ 7 days എനിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പം ഞാൻ കുറച്ച് വർക്ക് ബിഹൈൻഡ് ദ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് ആൾ പറഞ്ഞ ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ ഈ ഒരു 7 ദിവസത്തേക്ക് ഫോളോ ചെയ്യാൻ പോവാണ്. സോ ഡയറ്റ് പ്ലാൻ ഞാൻ ആളുടെ അടുത്ത് നിന്ന് എടുത്തതാണ്. ബാക്കിയുള്ള റുട്ടീൻ എനിക്ക് ഓൾറെഡി ഒരു റുട്ടീൻ ഉണ്ടായിരുന്നു, അതിലേക്ക് തിരിച്ച് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് വെരി ഹാർഡ്. ഇന്നാണ് ആക്ച്വലി day 1. സോ ടുഡേ ഈസ് എ ഡീറ്റോക്സ് ഡേ. സോ ഇതിൽ 7 daysനെ ഞാനിങ്ങനെ ചാർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ലൈക്ക് ഇൻ ബിറ്റ്വീൻ കഴിക്കേണ്ട സാധനങ്ങളൊക്കെ ക്ലീനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് വേണ്ടുന്ന ഗ്രോസറി ഷോപ്പിംഗ്സ് ഒക്കെ നടത്തി കഴിഞ്ഞു. സോ ഏത് ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിച്ചു. ഞാൻ ഇന്നലെ അതൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ് ബേസിക്കലി. ഞാൻ ആരോട് ഇപ്പം എന്താ റിയാക്ട് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ചോദിക്കാം, കുറുന്തോട്ടയ്ക്കും വാദമോ എന്നൊക്കെ. കുറുന്തോട്ടയ്ക്കും വാദമൊക്കെ വരും, ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇനിയിപ്പം ഐ ചെക്ക് മൈ വെയിറ്റ് അലോങ് വിത്ത് യു. സോ ഈ ഒരു ചാനലിൽ പറയുന്നത് പ്രകാരം അപ് ടു 5 kg വരെ ലൂസാകും എന്നാണ്. വൈ ഐ ആം ഫോക്കസിങ് ഓൺ വെയിറ്റ് ലോസ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വെയിറ്റ് എൻ്റെ കൺട്രോളിലല്ലാണ്ട് കൂടുന്നു എന്നായി കഴിഞ്ഞാൽ ദാറ്റ് അഫക്ട്സ് മീ അ ലോട്ട്. സോ ഇത് ഞാൻ പണ്ട് ഹെൽത്തി ഫൈൻ്റെ പ്ലാൻ എടുത്തപ്പോൾ കിട്ടിയതാണ്. ഓ മൈ ഗോഡ്. യുസോ 73.8 ആണ് എൻ്റെ കറൻറ്റ് വെയിറ്റ്. ഓക്കെ, ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് 70 മുകളിലേക്ക് എൻ്റെ വെയിറ്റ് കയറിയത്. അത് കയറിയിട്ട് ഇപ്പോൾ ഏറെക്കുറെ ഒരു 7-8 months ആയിട്ടുണ്ട്. എനിക്ക് പിന്നെ അതിൽ നിന്ന് താഴേക്ക് പോകാനേ പറ്റിയിട്ടില്ല. 70s താഴേക്ക് പോകാനേ പറ്റിയിട്ടില്ല. പിന്നെ 75 എത്തും, 74, 73 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നല്ലാതെ ഈ 73ക്കും താഴേക്ക് ഞാൻ പോകുന്നില്ല. എനിക്കിത് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ശ്വാസത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ കാല് എപ്പോഴും പെയിനാണ്. എൻ്റെ വെയിറ്റ് എൻ്റെ ബോഡിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുണ്ട്. ഇതൊക്കെ ഞാൻ ഭയങ്കര ഓപ്പണായി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഞാൻ അതിന് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ മാത്രമല്ല, നമ്മൾ മെൻ്റൽ ഹെൽത്ത് കോച്ചിങ് കൊടുക്കുന്നവരാണ്. സോ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു റുട്ടീൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയും അതിനനുസരിച്ച് അവരെ മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ കുറച്ച് നാളൊന്നും എനിക്കത് പ്രശ്നമല്ലായിരുന്നു. ബിക്കോസ് ഈവൻ ദോ എനിക്ക് വെയിറ്റ് ഇങ്ങനെയൊക്കെ തന്നെ നിന്നിരുന്നെങ്കിലും എൻ്റെ മറ്റു റുട്ടീൻസ് കാരണം എനിക്ക് കുറച്ചും കൂടെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഗുഡ്. ഐ മീൻ ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ്. വെയിറ്റ് അലോൺ അല്ല മാറ്റർ ചെയ്യുന്നത്. പക്ഷേ ഈ വെയിറ്റും കൂടുന്നു, എൻ്റെ എന്താ പറയുക, എൻ്റെ ഹാർട്ടിൻ്റെ വെയിറ്റും കൂടുന്നു എന്നൊക്കെ ആയപ്പോഴാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. സോ റൈറ്റ് നൗ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെല്ലാം കൊണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു ആയുധം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയാണ്. സോ ആ ബോഡീനെ യൂസ് ചെയ്തിട്ട് എങ്ങനെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞത് 21 days ആണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലേറ്റർ ഓൺ ഐ വിൽ കണ്ടിന്യൂ. ആ 21 days ഞാൻ അഗെയിൻ ബ്രേക്ക് ചെയ്യാണ് 7-7-7 എന്നുള്ള രീതിയിൽ. സോ ഈ ഫസ്റ്റ് 7 days കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റാണ്. സോ ദാറ്റ് ഐ ഫോൾ ഇൻ ടു ദ റുട്ടീൻ. ഓക്കെ, അപ്പം അത് വരുന്നത് നമുക്ക് ഡീറ്റോക്സ്, പ്രോട്ടീൻ, ലൈറ്റ് കാർബ്സ്, ഫൈബർ, പ്രോട്ടീൻ പ്ലസ് വെജ്, അങ്ങനെ ഒരു 7 day ചാർട്ടിങ് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ്. എനിക്ക് അറ്റ്ലീസ്റ്റ് 70 എങ്കിലും ഹിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. 70 താഴെ പോയാൽ വളരെ സന്തോഷം. ഷിപ്പ് ഈ പറഞ്ഞ 73.8 നിന്ന് എനിക്ക് ആ ഒരു 3.8 എങ്കിലും കട്ട് ഓഫ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. ഇത് മാത്രം പോരാ, ഫുഡ് മാത്രമല്ല, എക്സസൈസും ലൈറ്റ് എക്സസൈസസ് ആണ് ആൾ പറയുന്നത്. പ്രിഫറബിളി വാക്കിംഗ്. ഇന്നിപ്പോൾ കംപ്ലീറ്റ് ഒരു ഡീറ്റോക്സ് ഡേ ആയതുകൊണ്ട് ഐ മീൻ ഭയങ്കര വീക്കായിരിക്കും ഇന്ന് കുറേ വെള്ളം, ഫ്രൂട്ട്സ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാൻ ഡേ ബിഫോർ യെസ്റ്റർഡേ ഒരു വാട്ടർ ഡയറ്റ് എടുത്തായിരുന്നു. ബിക്കോസ് അതിൻ്റെ തലേ ദിവസം ഞാൻ ഹെവി ആയിട്ട് രാത്രി ഒരു 11-11:30 വരെ ഫുഡിങ് ആയിരുന്നു. 7 മണിക്കപ്പുറം ഫുഡ് കഴിക്കില്ലാത്ത ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ അതിൻ്റെ നെക്സ്റ്റ് ഡേ
ഒരു വാട്ടർ ഡയറ്റ് എടുത്തായിരുന്നു. ആ വാട്ടർ ഡയറ്റിൻ്റെ നെക്സ്റ്റ് ഐ വാസ് ഫീലിംഗ് വെരി ലൈറ്റ്. പക്ഷേ വെയിറ്റിൽ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. ഒറ്റ ദിവസം എടുത്തുള്ളൂ. 2 ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 കിലോ ഒക്കെ കുറയും. പക്ഷെ അത് ഒട്ടും ഹെൽത്തി അല്ല. അതിന് പറ്റുന്നവർ മാത്രമേ അതിന് ചെയ്യാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് പോയിട്ട് ചെയ്യാനും പാടില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് എടുക്കുന്നുള്ളത് കൊണ്ട് എനിക്ക് അത്ര വലിയ പ്രശ്നമല്ല. അപ്പം ഇന്നിപ്പോൾ കുറച്ച് ഒരു അങ്ങനത്തെ സ്ട്രിക്റ്റ് ഡേ ആയതുകൊണ്ട്, ഒരു ഡീറ്റോക്സ് ഡേ ആയതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഹെവി വർക്കൗട്ട്സ് ഒന്നും ചെയ്യുന്നില്ല. ഐ തോട്ട് ഓഫ് ഗോയിങ് ഫോർ എ വാക്ക് ഇൻ ദ മോർണിംഗ്. പക്ഷേ എന്നെക്കൊണ്ട് എണീക്കാൻ പറ്റുന്നില്ല. നല്ല തുമ്മൽ കാരണം ഞാൻ സിട്രസും കഴിച്ചിട്ടാണ് കിടന്നത്. പക്ഷേ ഞാൻ ഈവനിങ് ഐ എം തിങ്കിങ് ഓഫ് ഗോയിങ് ഫോർ എ വാക്ക് ഫോർ 15 to 20 minutes. നാളെ തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിചാരം. അപ്പോൾ എവറി ഡേ ഈ പറയുന്ന 7 ദിവസവും ഞാൻ എൻ്റെ അപ്ഡേറ്റ്സ് അറിയിക്കാം ത്രൂ ഷോർട്സ് ഓർ വീഡിയോസ്. ആൻഡ് എൻഡ് ഓഫ് 7th day ഇതുപോലെ വിത്ത് എങ്ങനെയാണ് വെയിറ്റ് കുറഞ്ഞത് എന്നൊക്കെ നോക്കിയിട്ട് ഐ വിൽ മേക്ക് അനദർ വീഡിയോ. ഓക്കെ, സോ ഇത് സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ പേഴ്സണലായിട്ടുള്ള അല്ലാത്ത റുട്ടീനും ഉണ്ട്. അതെല്ലാം ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ആൻഡ് ഐ വിഷ് അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെന്ന്. 75 ഹാർഡൊക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ടുള്ളതാണ്. ചെയ്യാത്ത ചാലഞ്ച് ഒന്നുമില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി അതൊക്കെ ചെയ്തതിൽ നിന്നും ഞാൻ എന്നെ തന്നെ പിന്നെയും ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഞാൻ എൻ്റെ കൂടെ പോവുകയാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഈ ചാലഞ്ചസ് ചെയ്യുമ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് അല്ല ഞാൻ വീണ്ടും എന്നെ പ്രൂവ് ചെയ്ത് എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ കൺസിസ്റ്റൻ്റ് ആക്കി വെക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് നോക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു പുതിയ മാർഗ്ഗമാണ്. വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഞാൻ കണ്ടുപിടിച്ച പുതിയ മാർഗ്ഗമാണ്. ആൻഡ് ഐ ഹാവ് സ്റ്റാർട്ടഡ് അപ്ലൈയിങ് ദിസ് ഇൻ മൈ ക്ലയൻറ്റ്സ് ആസ് വെൽ. അവർക്കും അത് റിസൾട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഡയറ്റ് അല്ല ഈ പറയുന്ന ഒരു ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഒരു 30 day 21 day എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അയ്യോ എന്നൊരു ഫീലാണ്. ഒരു 75 day 3 day that works. So yeah, let's see. Thank you all for watching. Stay tuned for more updates.